ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പെങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ സ്ക്രീനിലൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, അവർ പുതിയ വീട് കുടിയേറി ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ ആ വീട് കണ്ടിട്ടേ ഇല്ല ഇതുവരെ, അതാണ് സത്യം. പിന്നെ അവിടെ പെങ്ങൾ മാത്രമല്ല, ആ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ, വാപ്പ, പിന്നെ ചേട്ടൻ, അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് നോക്കാം. നോമ്പായതുകൊണ്ടൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരാനാ. പാപിച്ചോ, ഇതാ പപ്പ. ഇതിങ്ങനൊരു പൊന്നു മോന്. ഇവന് ഉമ്മ ഉണ്ടെങ്കിൽ എന്നെ വേണ്ട, ഉമ്മ ഇല്ലെങ്കിൽ വേറെ ആരെയും വേണ്ട, എന്നെ മാത്രം മതി. ചിരിയണ്ട. അപ്പം ഞങ്ങൾ നീ സ്ക്രീനിലേക്ക് ഒന്ന് പരിചയമുണ്ടോ? കുറച്ചാളായി കണ്ടിട്ട്, ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഇന്നാ ലാൻഡ് ചെയ്ത് രാവിലെ. എന്നാൽ പിന്നെ നമ്മളൊന്ന് പോയിട്ട് ആ വീടൊക്കെ കണ്ടിട്ട് വരാം. അല്ലേ സാനോ? സുലായി അല്ലേ? ഓക്കെ. നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പമ്പാണ് കേട്ടോ. പക്ഷെ നമുക്ക് പമ്പിലേക്കല്ല, ആദ്യം കയറേണ്ടത് ഇവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചിട്ടാ. സിസ്റ്റർ ഹോം. സിസ്റ്റർ ഹോം. അടിപൊളിയാക്കിയല്ലേ? മൈ ഫസ്റ്റ് വിസിറ്റ്. എന്തായി റത്തല്ലേ അമ്മായി? എന്തായി അജിമ? ഇത് കസുറുൽ ഫറാന. നോമ്പറക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ എനിക്ക് വീട് സത്യം പറഞ്ഞാൽ മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെന്നതിന് കിച്ചൺ വരെ ഒന്ന് പോയി നോക്കി. പിന്നെ അതിൻ്റെ ഹോൾ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. മേൽഭാഗത്തൊക്കെ പെങ്ങളുടെ മുറിയൊക്കെ കിടക്കുന്നത് മേൽഭാഗത്താണെന്ന് തോന്നുന്നു. അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാം. ഇവരെടുത്ത് കാര്യമൊന്നുമില്ല, എല്ലാ ക്യാമറക്ക് മുമ്പിൽ വരാത്ത കുറെ ഐറ്റംസ്. പാപ്പിഷോ, നീ എന്തിനിങ്ങനെ കരയുന്ന പാപ്പിഷോ? ഇങ്ങനെ ഇരുത്തിയിട്ട് ഡ്രൈവ് ആക്കാൻ ബുദ്ധിമുട്ടാന്ന് പാപ്പി. നടന്നിട്ടോ? താങ്ക്സ്. അതാ അവന് ഡ്രൈവിംഗ് ആക്കണല്ല, വരുന്നാല പാപ്പിഷോ. ക്യാമറ ഇങ്ങനെ പാപ്പിഷോ ഇതെന്തോ വെക്കുന്ന ഗ്രിപ്പ് തെറ്റി. ഇങ്ങനല്ല, സാധാരണ വെച്ചോണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്നല്ല, എനിക്ക് ഒരു ബാൽക്കണിയിലൊന്നും പോയില്ല. ബാൽക്കണി അല്ല, രണ്ടാമത്തെ ഫ്ലോർ ഉണ്ടല്ലേ അവിടെ. നിന്റെ രണ്ടാമത്തെ ഫ്ലോറിലാടാ റൂം? താന്നെയാ? ഏത് റൂം? നിക്കുന്നില്ല എന്താ അങ്ങനെ? ഇങ്ങനല്ല ഞാനല്ല ഇപ്പൊ വണ്ടിക്ക് വൈബ്രേറ്റ് കൂടിയാണ്. ഇതിപ്പോ ബെൻഡായിട്ട് ഇങ്ങനെയാ നിക്കുന്നത് അല്ലേ? സ്റ്റാൻഡിൽ നിക്കുന്നില്ലാന്ന്. ചില സമയത്ത് എന്നെ ഭ്രാന്ത് കളിപ്പിക്കും. ബ്ലഡി ഇന്ത്യൻ ഫുഡ് കോഫി ഹൗസ്. വേറൊന്നും എടുക്കാനില്ലല്ലോ. അതിൻ്റെ ഇടയിലൊരു കോമഡി ഉണ്ടായി. ഞാൻ എൻ്റെ പെങ്ങൾക്ക് വിളിച്ച്, അല്ല എൻ്റെ പെങ്ങൾക്ക് അനിയൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്, പകുതിയിലെത്തിയെന്ന്. അപ്പോൾ അവള് ചോദിച്ച് നീ ഒറ്റക്കാണോ? വണ്ടി എൻ്റെ കയ്യിൽ ഷാൽക്ക തന്ന് ഞാൻ എടുത്തോണ്ട് വരാമെന്ന്. അവൾ എന്നെ വിളിച്ചിട്ട്
ഞാൻ വരൂല, ഞാൻ ഓട്ടോ വിളിച്ചുവാണെങ്കിൽ വരാം. സംഭവം അവൾക്ക് മനസ്സിലായി അവന്റെ ഞാൻ കൂടെ- ദുബൈയില് ഡ്രൈവർ എന്നുള്ള കാര്യം. അവന്റെ കൂടെ പിടിച്ച ദുബൈയില് ഞാൻ ഡ്രൈവർ എന്നുള്ള കാര്യം ക്യാമറ ലെൻസിന് ബ്ലോക്ക് വരുന്നത്. ദുബൈയില് ഞാൻ ഡ്രൈവർ എന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞിട്ടാ സംഭവം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ഞാൻ മേ ബി ഡ്രൈവർ എന്താ പറയുന്നത് തൊലി ഡ്രൈവർ മേ ബി ഡ്രൈവർ ഒന്നൊന്നൊരു ഡ്രൈവർ. ജാനോ ജാനോ നിന്റെ ആപ്പാക്ക് കാർ ഓട്ടാ അറിയുന്നല്ല ഇതാനോ ഇതാനോ ആപ്പാക്ക് കാർ ഓട്ടാ ആ ഓരോ തമ്മിൽ ലവ് കൂടാ. ഇപ്പൊ നമ്മളെ അപ്പൊ കാർ ഓട്ടാ അറിയുന്നില്ലല്ലേ? നിന്നെ പയ്യ ബൈക്കിൽ പോണ്ടോന്നല്ല ഇന്ന് റിലീസ്. ഞാൻ അത് മറന്ന് നമ്മുടെ ചാലഞ്ചിലേക്കുള്ള ലൈസ് എടുത്ത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ കുറച്ച് റീൽസ് എടുക്കാനുള്ള ഏർപ്പാടിലായി. എൻ്റെ പെങ്ങളാട്ടോ മിക്ക ദിവസവും റീൽസിന് ക്യാമറ പിടിച്ചു തരുന്നത്. പിന്നെ ഇവളാണ് പെങ്ങള്. പിന്നെ പെങ്ങളില്ലാത്ത സമയത്ത് ഞാൻ റീൽസ് മാറി മാറിയാണ് എടുക്കാറ്. ഹലോ എൻജോയ് ദ ലൈഫ്. മക്കളെ കരയോ? പോ. വീടിന് മുകളിൽ വീഴുന്നതും മരം കായ്ക്കുന്ന മരമാ. എൻ്റെ പൊന്നെ, പണം കായ്ക്കുന്ന മരാണെങ്കിലും വെട്ടണമെന്നല്ലേ? നീ വെട്ട്, നീ ഒരു കൊത്തിട്. കൊത്തിയ പോയാ ഇത് വെട്ടാട്ടാ, റോട്ടിലേക്ക് ഇങ്ങനെ വീഴുന്നോണ്ട്. നീ ഒന്ന് വെട്ടിയാ ഒറ്റ വെട്ടിൽ തീരോ നോക്കട്ടെ. പോയി 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 ഇറങ്ങ കല്ലിവല്ലേ. ഇതിനെല്ലാം ഒരു ഐഡിയ വേണം. പക്ഷെ ഒരു വെട്ടിൽ നടക്കൂല. ഒരു വെട്ടിൽ ഇത് കത്തിക്ക് മുറിച്ചില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തെറിച്ചേക്കല്ലേ. എന്ത് മഞ്ചിതാ ദാറ്റ്സ് എന്താ അതുകൊണ്ട് ഇതൊക്കെ പണ്ടേ കുത വിട്ട സീനാ. ഇത് ഉമ്മ ഇപ്പൊ വെട്ടിടല്ല. അല്ലല്ല ഇത് വെട്ടിയാൽ എങ്ങനെ നീ പണിയെടുപ്പിച്ച് വൈറലാക്കണ്ട. പെങ്ങള് ബാ കൊത്തിട്ട് തിരി ക്യാമറ തിരി ബാ കൊത്തിട്ട് അതാ കൊത്തിട്ട് ക്ലാസ് എടുക്കാൻ ബെസ്റ്റ്. പരിപാടി ചെയ്യാനാ ബുദ്ധിമുട്ട്. കൊത്തിട്ട് കൊത്തമാറാ പരിപാടി ഇന്ന് ഇല്ല. പെങ്ങൾ വന്ന് നമുക്ക് പിന്നെ വീഡിയോയുടെ മുമ്പിൽ വരൂല. അങ്ങനൊരു ഐറ്റം. പിന്നെ ഇനിയിപ്പോൾ ചെറുതായിട്ട് നോമ്പ് തുറന്ന് പിന്നെ ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഒരു ഇല്ല ഞാനിപ്പോൾ ഒരു ചാലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഇതിന് മുമ്പ് ഇടും, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇടും. ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് അക്കൗണ്ട് കയറി നോക്കണേ. ലൈസ് ചാലഞ്ച് അടിപൊളിയായിരിക്കും. ചിരിക്കാനുള്ള എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇന്ന് മൂത്ത പെങ്ങൾ വന്ന സന്തോഷത്തിൽ ഇവള് എന്ത് നാടേ ക്ഷമാമ കസ്റ്റാർഡാ ഇപ്പടിക്കുന്നേ ഉള്ളൂ. കുഴപ്പമുണ്ടാ? അങ്ങനെ നാത്തും വന്ന സന്തോഷത്തില് നൂഡിൽസ് ഉണ്ടാക്കുന്നതാ. ബാങ്ക് കൊടുത്ത് ഇതിപ്പോ നാളേക്കായി. ഇതെപ്പത്തേക്കാണ് നൂഡിൽസ്? നാളേക്കാ? ഈ ഒരുക്കല്ല കീരിയും പാമ്പാ. ഇത് ഈ ഒരുക്കൊന്നും നോക്കണ്ട അല്ലടാ. നേരിട്ടേണ്ട കീരിയും പാമ്പ. ഞാൻ റെഡി. ഫ്രൂട്ട്സ് എപ്പോഴും ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഇതെല്ലാം നമ്മുടെ സെക്ഷനാക്കി മാറ്റിയല്ലേ. ഓറഞ്ച് മുന്തിരിങ്ങുണ്ട് കസ്റ്റാർഡിന് പോളിക്ക് നമ്മളിന്ന് സുമയ പോയി പണി നോക്കട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ നൂഡിൽസ്
സാധനം സെറ്റ്. പിന്നെ കസ്റ്റാർഡ്. മാഷാ അല്ലാ, അങ്ങനെ ഉഷാറായിട്ട് നോമ്പ് തുറന്നിട്ട് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. നല്ലൊരു വ്ളോഗായിട്ട് ഇനിയും വരും. അതുവരേക്കും സുലായി.